ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു പച്ചക്കൊഞ്ച് പച്ചത്തേങ്ങ അരച്ചൊരു കറിയാണ്. അതെങ്ങനെയാണെന്ന് അമ്മ കാണിക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് സുഖമാണ്. നല്ല കാലാവസ്ഥയാണ്, മഴയെല്ലാം മാറി നിൽക്കുവാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് അമ്മയുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും അമക്കണേ. എന്നാലേ അമ്മ ഇടുന്ന വീഡിയോ കാണാൻ നോക്കും. എന്നാൽ ശരി, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. എന്നാൽ നമ്മൾ കൊഞ്ച് പൊളിച്ച് വെച്ചിരിക്കുന്നു. 1/2 കിലോ കൊഞ്ചാണ് ഇത്. പൊടിച്ചെടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ, 1/2 കിലോ കൊഞ്ച്. തക്കാളിക്ക് 2 എണ്ണം നീളത്തിൽ കീറിയത്, 2 മുരിങ്ങക്ക, ഒരു 5-10 ചെറുള്ളി, ഒരു 3-4 പച്ചമുളക്, പിന്നെ ഒരു 3-4-5 ചെറിയ വെളുത്തുള്ളി, പിന്നെ വാളംപുളി, ഒരു ഉണ്ട വാളംപുളി. ഇത്രയും സാധനം നമ്മൾ എടുത്തു വെച്ചു. ഇനി നമുക്ക് ഇതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ട്, ആവശ്യത്തിന് അരമുറി തേങ്ങ എടുത്തു, കറിക്ക് ആവശ്യത്തിന്. നമുക്ക് ഇതിനകത്തോട്ട് ഇവിടെ അരയ്ക്കാൻ. കാശ്മീരി മുളക് പൊടി പൊടിച്ചതാ, എരിവില്ല അതിന്. 1.5 സ്പൂണ് മുളക് പൊടി എടുത്തു, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് അരച്ചുകൊണ്ട് വരാം, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും ഇട്ടു. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് വഴന്ന് വരുമ്പം തക്കാളിക്ക് നീളത്തിൽ കീറിയത് അതിടാം. നല്ലതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്കിതിനകത്തോട്ട് കൊഞ്ചിടാം. കൊഞ്ചിട്ട് ഇളക്കി നമുക്ക് ഇതിനകത്തോട്ട് മുരിങ്ങക്ക ഇടാം. തേങ്ങ അരച്ച അരപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് എല്ലാം ഒന്ന് ഇളക്കി വെക്കാം. ആവശ്യത്തിന് ഇത് വേകാനുള്ള. നമുക്കതുകൊണ്ട് ഒരു തിളപ്പിച്ച് വാളംപുളി എടുത്ത് വെച്ച് അതും കൂടെ നമുക്കൊന്ന് പിഴിഞ്ഞതിനകത്ത് ഒഴിക്കാം. കണ്ട, പുളി പിഴിഞ്ഞത് ഒഴിക്കാം. പുളി നോക്കിയിട്ട് ആവശ്യത്തിനേ ഒഴിക്കാവും. പഴുത്ത തക്കാളിക്കായ്ക്ക് പുളിയുള്ളതാണ്. ഈ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം വേകാനുള്ള. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തില്ല. ഇനി അതിനാവശ്യത്തിനുള്ള
1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. നമുക്കിതൊന്ന് മൂടി വെക്കാം, നല്ലതായിട്ടൊന്ന് വേകട്ടെ. അത് മീൻകറി തുറന്ന് നോക്കി. നമ്മൾ ഉലുവാപ്പൊടി ഇച്ചിരി ചേർത്തില്ലായിരുന്നു. 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി ചേർക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം, കുറച്ചുകൂടെ വേകാനുണ്ട്. മീൻകറി ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കാണ് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയായിരുന്നു. ഇപ്പോൾ മീൻകറി എല്ലാം നമ്മുടെ റെഡിയായി. നമുക്കിനി ഇതിനകത്തോട്ട് കരിയാപ്പില ഇട്ടില്ലായിരുന്നു, പക്ഷെ പച്ചക്കരിയാപ്പില ഇടാം. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണയ്ക്കകത്തായത് കറി വെക്കുന്നത്. 2 സ്പൂണിൽ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി എല്ലാം റെഡിയായി. ഇതുപോലെ ചാറ് വേണം നമുക്ക് ചോറുണ്ണാൻ. ഇത്രയും ചാറിലെടുക്കണം. നല്ലതായിട്ട് കുറുകി വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു. നമ്മുടെ കൊഞ്ച് പച്ചത്തേങ്ങ അരച്ച കറി റെഡിയായി. നല്ലൊരു കറിയാണ് ചോറുണ്ണാൻ. എല്ലാവരും ഇത് വെച്ച് നോക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.